ഇതിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണോ അതോ ആർസണലാണോ ബോൾഡ് ചെയ്തതെന്ന് അറിയില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെ മികച്ച മാനേജറായ പെപ് ഗ്വാർഡിയോള പടിയിറങ്ങി. കൂടെ അവരുടെ എക്കാലത്തെ മികച്ച ലെജൻസായ ജോൺ സ്റ്റോൺസും ബെർണാർഡോ സിൽവയും പടിയിറങ്ങി. ഈ വർഷത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആർസണലാണ്. അവരുടെ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷമാണ് ആർസണൽ പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്നത്. ഇന്നലെ നടന്ന ക്രിസ്റ്റൽ പാലസിനെ ആർസണൽ ഇന്നലെ തോൽപ്പിച്ചു. ആ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലേയേഴ്സ് ആർസണൽ പ്ലേയേഴ്സിന് ഒരു ഗോഡ് ഓഫ് ഓണറും കൊടുത്തു. പിന്നെ 4ാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ് ആർസണൽ ഇന്നലെ വിൻ ചെയ്തത്. മൈക്കൽ ആർട്ടറ്റയുടെ ഒരു കഷ്ടപ്പാടിന് അവസാനം ഒരു വിരാമമായി. പിന്നെ ഈ ക്ലബ്സാണ് അടുത്ത ചാമ്പ്യൻസ് ലീഗിലേക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് പോകുന്നത്. പിന്നെ ഇവരാണ് പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് ആവുന്നത്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് പ്ലേ മേക്കറുള്ള അവാർഡ് ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടി. പിന്നെ പ്രീമിയർ ലീഗിൽ എക്കാലത്തെ മികച്ച അസിസ്റ്റർ ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ ആളഞ്ചാണ് ടോപ്പ് സ്കോറർ ഇൻ ദ ലീഗ്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ വിഷമമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച്. അവരുടെ ലെജൻസായ അലാബയും കറവകാളും പടിയിറങ്ങി. പിന്നെ ലിവർപൂളിനെ അതുപോലെ തന്നെ അവരുടെ മോൾസലയും പടിയിറങ്ങി. കഷ്ടിച്ച് വെറും 2 പോയിൻറ്റ്സിൻ്റെ ലീഡിൽ 17ാം സ്ഥാനത്താണ് ടോട്ടൻഹാം ഹോട്ട്സ്പേഴ്സ് ഫിനിഷ് ചെയ്തത്. അവരുടെ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബിഗ് റിലീഫ്. ഇപ്രാവശ്യത്തെ UCL ഫൈനൽ PSG വേഴ്സസ് ആർസണലാണ്. PSG വേഴ്സസ് ആർസണൽ മത്സരം 30-ാം തീയതിയാണ് നടക്കുന്നത്.